ഇത് ഞങ്ങളിവിടെ ഒരു സബ്സ്ക്രൈബർ ഞങ്ങളെ കാണാൻ വന്നിരുന്നു. വീട്ടിലല്ല വന്നത്, ഷോപ്പിലാണ് അവർ വന്നത്. വന്നപ്പോൾ പിള്ളേരെ കാണാനും കൂടെ വന്നു. അപ്പോൾ അവർക്ക് സമയമില്ലാത്തത് കൊണ്ട് പിള്ളേരെ കാണാനായിട്ട് വീട്ടിൽ വന്നില്ല. ഷോപ്പിൽ ഫുഡ് കഴിക്കാൻ വരുന്ന ഡോഗ്സിനെയൊക്കെ കണ്ടിട്ട് പോയവർ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടി അച്ചപ്പവും മുറുക്കും പക്കാവടയൊക്കെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. പല വീഡിയോസിലേ ഇവർക്ക് ഞങ്ങൾ അച്ചപ്പം കൊടുക്കുന്നത്, ഇവർക്ക് അച്ചപ്പം ഇഷ്ടമുള്ളത് ആ സബ്സ്ക്രൈബറിന് നല്ലപോലെ അറിയാം. നമ്മളെ സ്ഥിരം എല്ലാ വീഡിയോസും കാണുന്ന ഒരു പുള്ളിക്കാരിയാണ്, എൻ്റെ ഒരു സിസ്റ്റർ പോലെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അവരുടെ ഫേവറേറ്റ് ഫുഡാണ് അവർക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതെല്ലാവർക്കും കൊടുക്കുകയാണ്. ഞാനിമ്മ ബാക്കിലേ 4 പേര് ബാക്കിലേ, ഞാൻ അവരെ പോയി കൊണ്ടുവരണം. അവിടെ ജാക്കി ഭയങ്കര വിളി, കവറിൻ്റെ കിലുക്കം കേട്ടിട്ടേ. അച്ചപ്പം മുറുക്കൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് 2 പാക്കറ്റ് ഞങ്ങളവിടെ കടയിൽ തന്നെയുള്ള ഡോഗ്സിന് കൊടുത്ത്, ബാക്കി 2 പാക്കറ്റ് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നു. തരാ വൈകിട്ട് കയറാം. ട്രിവാൻഡ്രത്ത് നിന്നാണ് പുള്ളിക്കാരി വന്നത്. കൊല്ലത്തോട്ട് പോകുന്ന വഴി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു, ഒന്നൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു വന്നോളൂ കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സമയക്കുറവ് കൊണ്ട് വീട്ടിൽ വരാൻ പറ്റില്ല. ഷോപ്പിൽ വന്ന് നമ്മളെ കണ്ടു, അവിടെയുള്ള ഡോഗ്സിനെ കണ്ടിട്ട് പോയി. എന്നിട്ട് ഇതൊക്കെ മേടിച്ച് തന്നിട്ട് ഇവർക്ക് കൊടുക്കണേ ചേച്ചിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ എന്തായാലും കൊടുത്തേക്കാം, ഒരു വീഡിയോയും ഇട്ടേക്കാമെന്ന് പറഞ്ഞു. വയറ്റിന് കഴിഞ്ഞ് അകത്ത് കയറ്റിയിട്ടേ അല്ല കൂട്ടിലോട്ട് കയറ്റിയിട്ടേ മേളിൽ നിന്ന് പിള്ളേരെ കഴിഞ്ഞ് കൊണ്ടുപോകാം, അവർക്ക് കൂടെ കൊടുക്കാം. അവിടെ ജാക്കി ഭയങ്കര ബഹളം മേളിൽ. അച്ചപ്പം കൊടുക്കാൻ വേണ്ടി നമ്മളൊന്ന് കുട്ടിപ്പട്ടാളത്തിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാണ്. ഇവർക്ക് എത്ര എന്നാലും മതിയാവാത്തൊരു സാധനമാണ് ഈ അച്ചപ്പം. നമ്മളങ്ങനെ എപ്പോഴും കൊടുക്കാറില്ല, എപ്പോഴൊക്കെ ഒരു പാക്കറ്റ് മേടിച്ച് കൊടുക്കും. ഓ പണിക്കുട്ടി